എന്താണ് കേവല ഞാൻ എന്ന് പറഞ്ഞാൽ? കേവല ഞാൻ ആര് എന്താന്നാ ചോദിച്ച ചോദ്യം പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ്. ഞാനും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം. അഹം എന്ന് പറഞ്ഞാൽ ഞാനെന്നാണ്. എന്താണ് അത് അഹങ്കാരമായി മാറുമ്പോൾ സംഭവിക്കുക? എന്താണ് അഹങ്കാരം? ഞാൻ വിദ്യാസമ്പന്നനാണ്, പണക്കാരനാണ്, ഫാറ്റി പേഴ്സണാണ്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വിശേഷണങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ചേർത്ത് ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അത് മുഴുക്കെ എൻ്റേതായിട്ട് മാറണം. അത് മുഴുക്കെ എൻ്റേതായിട്ട് മാറുകയാണ്. ഞാൻ എന്നിലേക്ക് കെട്ടിവെക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ ഓരോരുത്തരും പല വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുക, പല നമ്പർ ഓഫ് വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുക. പുറത്തു പോകുമ്പോൾ നല്ല സ്യൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും പോവുക. ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് മാറുക. അപ്പൊ ഇതെല്ലാം വെച്ച് കെട്ടിയിരിക്കുന്നതാണ്, എന്നിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇത് ഭാരമാണ്. ഞാൻ എന്നിലേക്ക് എന്തൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നുവോ അതൊക്കെ എൻ്റെ അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ അഹങ്കാരമാണ്. ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന, ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വിഷയാധിഷ്ഠിതമായ ഘടകങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം തന്നെയും ബാഹ്യാധിഷ്ഠിതമായ, ഭൗതികാധിഷ്ഠിതമായ ഘടകത്തോട് ചേർത്താണ്. എനിക്കിതൊക്കെ ഉണ്ടെന്ന് പറയുന്ന കുറെ ഘടകങ്ങൾ, അത് ഈഗോയാണ്. രണ്ടാമത്തത് ഇതൊക്കെ എനിക്കില്ല എന്ന് പറയുന്നത്, അതും അഹങ്കാരമാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെന്ന് പറയുന്നതും അഹങ്കാരമാണ്, ഇല്ല എന്ന് പറയുന്നതും അങ്ങനെ. എനിക്ക് ധനമില്ല. അപ്പൊ ധനമില്ല എന്ന് പറയുമ്പോൾ ആ വിചാരം, ആ വികാരമായി, ആ കർമ്മമായി മാറണം. ധനമുണ്ട് എന്ന് പറയുമ്പോൾ ആ വിചാരം വികാരമായി, കർമ്മമായി മാറുന്നു. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്ത് ഭൗതികത തന്നിലോട് ചേർത്ത് വെക്കുന്നുവോ, ഉണ്ടോ ഇല്ലയോ, അതിനനുസരിച്ചാണ് തൻ്റെ കർമ്മത്തെ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മുഴുക്കൻ ഈ ധനത്തിന് വേണ്ടിയാണ്, ഈ കഷ്ടപ്പെടുന്നത് മുഴുക്കൻ വിദ്യയ്ക്ക് വേണ്ടിയാണ്, ഈ കഷ്ടപ്പെടുന്നത് മുഴുക്കൻ നല്ല ഹെൽത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തോട് ഉള്ള വസ്തുക്കളോട് തന്നെ ചേർക്കുന്നത്. ഇങ്ങനെ ബാഹ്യ ലോകത്തിലെ ഏതൊക്കെ വസ്തുക്കളെ എങ്ങനെ തന്നോട് ചേർത്ത്, എന്നിനോട് ചേർത്ത് വെച്ച്, ഞാനോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ, ആ ഞാനോട് ചേർത്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഈ വസ്തുക്കൾ ആണ് അഹങ്കാരത്തിന് കാരണം. അപ്പൊ ഇന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നത് വിഷയാധിഷ്ഠിതമായ വിചാരവികാരങ്ങളെ എപ്രകാരം ഈ ഞാനിൽ ചേർത്ത് വെച്ചിരിക്കുന്നുവോ അതാണ് തൻ്റെ അഹങ്കാരം. ഇത് പോസിറ്റീവ് യുഗയുമാകാം, നെഗറ്റീവ് യുഗയുമാകാം. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള അഹങ്കാരവുമാകാം, നെഗറ്റീവായിട്ടുള്ള അഹങ്കാരവുമാകാം. അപ്പൊ ഈ അഹങ്കാരം എന്ന് പറയുന്നത് കേവല ഞാനിൽ
താൻ തന്നെ ചേർത്തു വച്ചിരിക്കുന്ന വിഷയാധിഷ്ഠിതമായ വിചാരങ്ങളാണ്. ആ എന്ത് വിചാരം ചേർക്കുന്നു? എനിക്ക് പണമില്ല എന്ന ചിന്ത ചേർത്ത് കഴിഞ്ഞാൽ അത് ഇല്ല എന്ന ഘടകമാണ് എന്നോട് ചേർന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ഇന്നത്തെ അഹങ്കാരം. പിന്നെ എൻ്റെ പ്രവൃത്തി വികാരം അതനുസരിച്ചായിരിക്കും. ഇതുപോലെ ഓരോ ഘടകങ്ങളും. അപ്പൊ തന്നോട് ചേർക്കുന്നതെല്ലാം തന്നെയും ചിന്തയിലാണ്. ചിന്തയിൽ എന്തു ചേർത്തുവോ അത് വികാരമാണ്. വികാരങ്ങൾ എങ്ങനെയോ അത് കർമ്മമാകും. അപ്പോൾ വിചാരം നേരിട്ട് കർമ്മമാകുന്നതുകൊണ്ട്, വിചാരം വികാരമായിട്ട് കർമ്മമാകുന്നതുകൊണ്ട്. അപ്പൊ നേരിട്ട് കർമ്മം ചെയ്യുക. ഇപ്പോൾ ഒരു വികാരവുമില്ല, മെക്കാനിക്കലായിട്ട് ഇപ്പം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് പറയണു. അവിടെ നിങ്ങൾക്ക് വൈകാരികമായ ഇൻട്രാക്ഷൻ ഇല്ല. അത് ചിന്ത കേവലം ഡിജിറ്റലായിട്ട് തന്നെ കർമ്മത്തിലേക്ക് എത്തുന്നു. മറ്റതങ്ങനെയല്ല. ആ ഡിജിറ്റ് കെമിസ്ട്രിയായി പിന്നെ കർമ്മമായി മാറുന്നു. അപ്പൊ ചിന്ത വെറും ഡിജിറ്റലായിട്ട് മാത്രം, ചിന്ത ഡയറക്റ്റ് ഡിജിറ്റായിട്ട് കർമ്മതലത്തിലെത്താം. ചിന്ത വികാരമായി കെമിസ്ട്രിയായി ഡിജിറ്റലായി കർമ്മത്തിലെത്താം. ഇത്തരത്തിൽ. അപ്പം എന്തൊക്കെയാണോ ബാഹ്യമായ വിഷയങ്ങൾ, ആ ചിന്തകൾ എത്രമാത്രം എന്നിൽ ചേർത്ത് വെച്ചിട്ടുണ്ടോ, ആ ചേർത്ത് വെച്ചിരിക്കുന്നതിനെയാണ് അഹങ്കാരം എന്ന് പറയും. ഏതിനോട് ചേർത്ത് വെച്ചിരിക്കുന്നുവോ അത് കേവല ഞാൻ. അപ്പൊ കേവല ഞാനിനെയാണ് ഐ എന്ന് പറയുക. കാരണം നമ്മളെ മുഴുക്ക സൃഷ്ടിച്ചിരിക്കുന്നത് ഐ വൈബ്രേഷൻ കൊണ്ടാണ്. അടിസ്ഥാന സ്പന്ദനമായ ഐ സ്പന്ദനത്തിലാണ്. അപ്പൊ നമ്മളെല്ലാം ഐ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ യഥാർത്ഥ അസ്തിത്വം ഐയിലാണ്. ഈ ഐയിൽ എന്തൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടോ അത് മുഴുക്ക എൻ്റേതാകും. ആ എൻ്റേത് അഹങ്കാരമാകും. അത് ഹിതമായ അഹങ്കാരവുമാകാം, അഹിതമായ അഹങ്കാരവുമാകാം. അത് മുഴുക്ക എങ്ങനെ ചേർക്കുന്നുവോ, ഏത് ചിന്തയാണോ അതനുസരിച്ച്. അപ്പൊ കേവല ഐ എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ മാത്രമല്ല, ഓരോ കോശത്തിലും, ഓരോ ആറ്റമിലും, ഓരോ സബ് പാർട്ടിക്കിളിലും, ഓരോ എലിമെന്ററി പാർട്ടിക്കിളിലും, ഓരോ ക്വാണ്ടം പൊതിയിലും. ഇപ്പൊ സബ് പാർട്ടിക്കിൾ എലിമെന്ററി പാർട്ടിക്കിളായി ക്വാണ്ടത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ക്വാണ്ടത്തിന്റെ അകത്ത് സ്പന്ദിച്ചിരിക്കുന്ന ഓരോ സ്പന്ദനവും ഐസ്പന്ദനമാണ്. അതുകൊണ്ടാണ് നമ്മളെ മുഴുക്കുണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ പ്രപഞ്ചം മുഴുക്കുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഐ ആണ് കേവല ഐ. കേവല ഐയെ എവിടെയും ഉള്ളൂ. പക്ഷേ ആ കേവല ഐയെ സബ്ജക്റ്റും ഓബ്ജക്റ്റും ആക്കി മാറ്റി ഈ സബ്ജക്റ്റിലേക്ക് ഓബ്ജക്റ്റ് ആവരണമായി മാറുമ്പോഴാണ് അത് അഹങ്കാരവും അതിനെതിരെ നിദാനമായ വികാരങ്ങളും കർമ്മവും സംജാതമാണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ സ്വാമി പറയും, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആര് കേൾക്കുന്നു? നിങ്ങൾ കേൾക്കുന്നു. ഇപ്പൊ സ്വാമി പറയുന്നത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച് ഇപ്പോ ഒന്ന് മയങ്ങേണ്ട സമയമാണ് എന്ന് തോന്നി, സ്വാമിയുടെ ടോക്ക് വല്ലാതെ ബോറടിക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ അറിയാതെ ഒന്ന് മയങ്ങിപ്പോകും. അങ്ങനെ മയങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ സ്വാമിയെ കാണുന്നുണ്ടോ? സ്വാമിയുടെ ടോക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല.
എന്നാ സ്വാമി സംസാരിക്കുന്നില്ലേ? നിങ്ങളില്ലേ എന്നാ നിങ്ങൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. നിങ്ങൾ അറിയാതെ എവിടേക്ക് എത്തിപ്പോയി? നമ്മൾ പറയില്ലേ, അതിനെയാണ് ഇഗ്നറൻസ് എന്ന്, അജ്ഞത എന്ന് പറയുന്നത്. ഒരു ഇരുളിലേക്ക്. ഇരുളെന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഡോയിലേക്ക് എത്തി. ഷാഡോ മാത്രമായി മാറുന്നു. ഷാഡോയെ പ്രകാശം, ഷാഡോ പ്രകാശമാണ് ഷാഡോ. ഓട്ടെ, അപ്പൊ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു. അപ്പോൾ ഇരുളായിട്ട് മാറി. ഇരുളായിട്ട് മാറിയപ്പോൾ പ്രകാശം പ്രൊജക്ട് ചെയ്യുന്ന വൈവിധ്യമാർന്ന നിഴലുകൾ ഇല്ലാതായി. ഈ വൈവിധ്യമാർന്ന നിഴലുകളെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ ഇല്ലാതായപ്പോൾ, ഈ പ്രകാശം കുറഞ്ഞപ്പോൾ ഇൻഫർമേഷൻ ഇല്ലാതായി. ഇൻഫർമേഷൻ ഇല്ലാതായപ്പോൾ ഇത് മുഴുക്കെ ഇരുൾമയമായിട്ട് മാറി, ഷാഡോ മാത്രമായി മാറി. അപ്പൊ ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങിപ്പോയി. അപ്പൊ ഒന്നും അറിഞ്ഞില്ല. ആരറിഞ്ഞില്ല? ഞാൻ അറിഞ്ഞില്ല. ഈ അറിയാതെ ഇരിക്കുന്ന അത് ഞാനാണ്. സുഖമായി എന്ന് പറഞ്ഞതും ഞാൻ. അപ്പൊ സുഖമെന്ന് പറയുന്നതും എൻ്റെ അനുഭവമാണ്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞതും എൻ്റേതാണ്. ഈ ഞാൻ എന്ന് പറയുന്ന ഘടകം അറിയാതെ സുഖമായി, ഇത് രണ്ടും അനുഭവങ്ങളാണ്. ഇത് രണ്ട് ചിന്തകളാണ്. ഒന്നും അറിഞ്ഞില്ല എന്നതും സുഖമെന്ന് പറയുന്നതും. അപ്പൊ അറിയാതെ വന്നപ്പോ സുഖം അനുഭവിച്ചു. എന്തുകൊണ്ട്? വൈവിധ്യത മാറിയപ്പോ വൈവിധ്യത വൃക്ഷം കുറഞ്ഞു. ആ വൈവിധ്യത വൃക്ഷം കുറഞ്ഞപ്പോ തനിക്ക് ആപേക്ഷികമായ സുഖം കിട്ടി. അതുകൊണ്ടാണ് ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട്. ഈ സുഖമായിട്ടുറങ്ങിയത് ആരോ, ആ ഞാനാണ് കേവല ഞാൻ, കേവല ഐ. ഈ ഐയാണ് എല്ലാരിലും ഉള്ളത്. ഈ ഉറങ്ങുമ്പോ സുഖമായി ഉറങ്ങാൻ ആരാണോ ഉണ്ടായിരുന്നത്, അതാണ് എന്നിലെ ഐ. ഇതുപോലെ തന്നെ ഓരോ വസ്തുവിനും അതിന് അതായി നിൽക്കാൻ ഒരു ഐ ഉണ്ട്. അത് മോർട്ടലാകട്ടെ, ഇമ്മോർട്ടലാകട്ടെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഐ സ്പന്ദനം. ഐ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അതിനെയാണ് കേവല ഞാൻ എന്ന് പറയുന്നത്. ആ ഞാനിനോട് ഈ ഐകൾ ചേർത്തുണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുക്കെ ചേർക്കുമ്പോൾ എൻ്റേതാകും. അപ്പോൾ ഈ എൻ്റേതുണ്ടാക്കാനും എന്തേ ഉള്ളൂ? അയ്യേ ഉള്ളൂ. ദാറ്റ് ഈസ്. അത് നിങ്ങൾ അറിയണം. ഈ എൻ്റേതുണ്ടാക്കാനും എന്തേ ഉള്ളൂ? ഈ ഐ. അപ്പൊ ഈ ഐ സ്പന്ദനം വസ്തുക്കളായി മാറി, ഓബ്ജക്റ്റായി മാറി. അതെത്രമാത്രം ഈ ഐയോട് ചേർക്കുന്നുവോ അത്രയും ഘടകം തൻ്റെ അഹങ്കാരമായി. ഈ അഹങ്കാരത്തെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഓടി നടക്കുന്ന മുഴുക്കെ. എന്തിനാ ഓടുന്നത്? ഈ ഭാരം ഒന്ന് ഇറക്കി. എല്ലാവരും പറയുന്നതാണ്, ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കണം. എല്ലാവരും പറയുന്നുണ്ട് ഭാരം. എവിടെയാണ് ഈ ഭാരം ഇരിക്കുന്നത്? എല്ലാവരും ധരിച്ചിരിക്കുന്ന പുറത്തെവിടെയാണോ ഭാരം ഇരിക്കും. ഒരിടത്തൊഴുത്തും ഭാരം ഇരുവില്ല. ചിലർ പറയും ഭർത്താവ് ഭാരമാണ്, ഭാര്യ ഭാരമാണ്, അച്ഛൻ ഭാരമാണ്, അമ്മ ഭാരമാണ്, മക്കൾ ഭാരമാണ്. ഇതൊക്കെ പറയാറുണ്ട്. ഇവരാരെങ്കിലും ഭാരമാണോ? ഇവരാരെങ്കിലും നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്നുണ്ടോ? ഇല്ല. അവരാരും ഭാരമല്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരമാകാൻ അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നതേ ഇല്ല. പക്ഷെ നിങ്ങൾ ഇവരെ എന്താക്കി മാറ്റണു? നിങ്ങളുടെ ചിന്തയാക്കി നിങ്ങളിലേക്ക്, ഞാനിലേക്ക് സമന്വയിക്കുന്നു. അപ്പോൾ അത് ഭാരമാകുന്നു. ഭാര്യ ഭാരമാകുന്നു, ഭർത്താവ് ഭാരമാകുന്നു, അച്ഛൻ ഭാരമാകുന്നു, അമ്മ ഭാരമാകുന്നു, മക്കൾ ഭാരമാകുന്നു, ഒക്കെ എല്ലാം ഭാരമാകുന്നു. അപ്പോൾ ഈ ഭാരമാക്കുന്നത് മുഴുക്കെ
എന്തൊക്കെ ഭാരമായോ അത് മുഴുക്കെ എൻ്റേതാണ്. അത് ഹിതമാകാം അഹിതമാകാം, ഏതും ആരാ സ്വീകരിക്കുന്നത്? ആരാ സൃഷ്ടിക്കുന്നത്? താൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ഭാരത്തെയാണ് ഈഗോ എന്ന് പറയുന്നത്. ഈ ഭാരമില്ലാത്ത ഈഗോയാണ് ഞാനെന്ന് പറയുന്നത്. മനസ്സിലായോ?